ന്യൂസ് 16 കേരള. ചെമ്മാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ബദൽ സംവിധാനം മുന്നോട്ട് വെച്ച് സാമൂഹ്യ പ്രവർത്തകൻ PK അബ്ദുറഹ്മാൻ ന്യൂസ് 16മായി പങ്കുവയ്ക്കുന്നു. പരപ്പനങ്ങാടി ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ കൊടിഞ്ഞി റോഡ് വഴി കനാൽ റോഡ് 16 വഴിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും തിരൂരങ്ങാടി താലൂക്ക് ആസ്ഥാനമായ ചെമ്മാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിൽ നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുമ്പോൾ കിലോമീറ്ററോളം ഗതാഗത തടസ്സം നേരിടുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ പെട്രോൾ പമ്പ് വരെയും തിരൂരങ്ങാടി ഭാഗത്ത് മമ്പുറം ബൈപ്പാസ് വരെയും ഗതാഗത തടസ്സം നേരിടുന്നു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദിവസവും ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നത് ചെമ്മാട് പട്ടണത്തിലാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമസ്കാരം, ന്യൂസ് 16ലേക്ക് സ്വാഗതം. ചെമ്മാട് ടൗൺ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെച്ച പൊതുപ്രവർത്തകനായ PK അബ്ദുറഹ്മാനാണ് ഇന്ന് ന്യൂസ് 16നോടൊപ്പം ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാർ, എന്താണ് മുന്നോട്ട് വെച്ച ആ ആശയം? ഞാൻ ഒരു പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന ആളാണ്. എനിക്ക് ചെമ്മാട് ടൗണിൽ ചെറിയൊരു ഏർപ്പാടുണ്ട്. ഇവിടുന്ന് പന്തരങ്ങാടിയിൽ നിന്ന് ചെമ്മാട്ടേക്ക് ശരിക്ക് 2 കിലോമീറ്റർ ദൂരമാണ് ചെമ്മാട്ടങ്ങാടിയിൽ. ഇവിടുന്ന് ഇപ്പോൾ സാധാരണ അതിൽ ബൈക്കായിട്ട് പോകാൻ പോലും ചെമ്മാട്ടേക്ക് പോകാൻ ഒരു ടാസ്ക്കാണ്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ എത്രത്തോളം പ്രയാസമുള്ള ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് പല ആവർത്തി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ആശയമാണ് നമ്മുടെ 16 ഇങ്ങോട്ട് വരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ റോഡ്. ആ റോഡ് അത് പൂക്കോട് റോഡിലേക്ക് ടച്ച് ചെയ്ത് അവിടെ നിന്ന് നേരെ കനാൽ റോഡിലേക്ക് കയറി കനാൽ റോഡിൽ നിന്നും ചെമ്മാട് പഞ്ചാലി റോഡിലൂടെ നമ്മൾ കൊടിഞ്ഞി റോഡിലേക്ക് എത്തിയാൽ ശരിക്കും നമുക്ക് ആകെ സഞ്ചരിക്കാവുന്ന ദൂരം ആവശ്യമുള്ളത് 2.5 കിലോമീറ്റർ. അത് കനാൽ റോഡ് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ റോഡ് ശരിക്കും 3/4 കിലോമീറ്റർ താഴെ ദൂരവും അവിടുന്ന് ശ്മശാനത്തിൻ്റെ ആ ഭാഗത്തെത്തി അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ താഴെ ദൂരവും പിന്നീട് നമ്മൾ കനാൽ റോഡിലേക്ക് കയറി കൊടിഞ്ഞി റോഡിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ പണി നടത്തേണ്ടത്. ശരിക്കും ഇതിൻ്റെ ഈ റോഡ് വീതി കൂട്ടേണ്ട ഒരു ദൂരം ആകെ 2.5 കിലോമീറ്റർ ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള മിനി ബൈപ്പാസാണ് നമ്മൾ ഈ ആശയത്തിലൂടെ വന്നത്. ഈ വിഷയം നമ്മുടെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതേമാതിരിയും മുനിസിപ്പൽ ഭരണസമിതിയിലുള്ള ആൾക്കാരും കൗൺസിലർമാരും എല്ലാവരും നമ്മൾ ഈ ആശയം പങ്കുവയ്ക്കുകയും അതിന് ഭാഗത്തുനിന്നൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമീപനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റി കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. കാരണം പത്രങ്ങളിലൊക്കെ ഇത് റിപ്പോർട്ടും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ആർക്കും വയ്യോട്ട് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇൻഷാല്ലാഹ് നമ്മൾ ഈ ഒരു ആശയം വന്നെന്നുള്ളതിലേറെ ഈ ആശയം എത്ര നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്ക് ഈ കുറഞ്ഞ കിലോമീറ്റർ ഇതൊന്ന് വീതി കൂട്ടി ടാർ ചെയ്താൽ കനാൽ റോഡ് കോൺക്രീറ്റ് ചെയ്താൽ ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ചെമ്മാട്ടങ്ങാടിയിലെ തിരക്ക് ഏതാണ്ട് ആ പീക്ക് ടൈമിലൊക്കെ തിരക്ക് ഏതാണ്ട് 30% കൂടുതൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഈ ആശയം മുനിസിപ്പൽ അധികൃതരുമായും ബന്ധപ്പെട്ടപ്പോൾ ഇത് വേറൊരു രൂപത്തിൽ കൂടി അവർ ആലോചിക്കുന്നുണ്ട്. അത് ചെമ്മാട്ടങ്ങാടിയിലേക്ക് ചെമ്മാടി കൊടിഞ്ഞി റോഡിലേക്ക് കയറി അവിടുന്ന് പിന്നെ മുന്നോട്ട് നമ്മൾ ആ ഒരു പള്ളി ഉണ്ടാവില്ല, ആ പള്ളി റോഡ് സൈഡിലുള്ള അതിൻ്റെ താഴെ കൂടി അത് കക്കാട്ടേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം അവർ ആലോചിക്കുന്നുണ്ട്. അത് കുറേ കൂടി നല്ല ബൃഹത്തായ പദ്ധതിയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പദ്ധതികൾ രണ്ടും 1ാം ഘട്ടം 2ാം ഘട്ടമായിട്ട് നടത്തിയ ഇത് ഏറ്റവും അർജൻറ്റായിട്ടുള്ള ഈ ഭാഗം 1ാം ഘട്ടവും അതിന് ശേഷം 2ാം ഘട്ടവുമായി നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാത്രാ ക്ലേശത്തിൻ്റെ ചെമ്മാട് ടൗണിൻ്റെ ആ യാത്രാ ദുരിതത്തിൻ്റെ ഇത് നല്ല പങ്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മുൻഗാമികൾ കുറേ കൂടി വിശാലമായി ഇത്തരം ഒരു ആശയം നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ഗതാഗതക്കുരുക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇനി നമ്മളെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ നമ്മുടെ ഈ തലമുറയെ ശപിക്കുന്നൊരു സാഹചര്യം വരും. കാരണം അത്ര പ്രയാസമാണ് ചെമ്മാട് ടൗണിലൂടെ വാഹന ഗതാഗതം. ഇത് നമ്മൾ ഇപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ മറ്റേ നമ്മളെ ഹോസ്പിറ്റലുകൾ MKH ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്, ലൈലാസിലേക്ക് എത്തുന്നത്, അതേമാതിരി നമ്മളെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ രോഗികളുമായിട്ട് പോകുന്ന ആംബുലൻസ് ഈ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുന്നത് കാണുമ്പോൾ അതല്ലേ
സാമാന്യം എല്ലാവർക്കും മനുഷ്യരായിട്ടുള്ള ഓരോരുത്തർക്കും വല്ലാത്ത പ്രയാസമാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നത് ജീവന് വേണ്ടി പൊരുതി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ ഭരണതലത്തിൽ MLAയും അതേമാതിരി വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എല്ലാവരുമായും പ്രതിപക്ഷ നേതാവ് എല്ലാവരുമായും ബന്ധപ്പെട്ട് ഇതിൽ അടിയന്തര പ്രാധാന്യത്തോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അതേമാതിരി ചെമ്മാട് സ്റ്റേഡിയം സ്ഥാപനം നടത്തുന്ന വ്യക്തി എന്നുള്ള താങ്ക് യു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മാട് ടൗണിൽ നിന്ന് വരുമ്പോൾ പരപ്പനങ്ങാടിയിലേക്ക് പോകാനുള്ള റോഡിന്റെ തുടക്കത്തിലാണ്. കണ്ണാടിത്തടം. ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമായ ന്യൂകട്ട് ഭാഗത്തേക്കും പാലത്തിങ്ങൽ, തൃക്കുളം, പള്ളിപ്പടിയിലേക്കും പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് 16 ഇവിടെ റോഡ് അവസാനിക്കുന്നു. ഇവിടെ നിന്നും പരപ്പനങ്ങാടിയിലേക്കും ചമ്മാട്ടേക്കും പോകാം. ക്യാമറമാൻ നബീൽ പരപ്പനങ്ങാടിയോടൊപ്പം റിപ്പോർട്ട് ഫഹ്മിദ ജബീൻ, ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.